ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. അതായത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു കിടിലൻ കറിയാണ്. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി കുമ്പളങ്ങയാണ് നമ്മൾ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ അരമുറി കുമ്പളങ്ങ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളയണ്ട. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരക്കപ്പ് മതി, കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. 2 വിസിലാണ് ഇതിന് വേണ്ടത്. 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് അടുത്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാമുറി തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം വേണ്ടു. എന്നിട്ട് ഇതേ ഒരു പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം. അധികം അരയേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവത്തിൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിസിൽ മൊത്തത്തിൽ കളയാം. നേരത്തെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ വിസിൽ മൊത്തത്തിൽ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കാന്താരി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതുമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വേവിച്ച കുമ്പളങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് 10-15 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റിന് ശേഷം നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണിത്. ചോറിനൊക്കെ ബെസ്റ്റായിട്ട് ഉള്ള കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.